to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the ജിമ്മിച്ചായ മീറ്റിംഗ് ഒക്കെ അറേഞ്ചിലല്ലേ, നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. അവർ റെഡിയാണോ? അവർ റെഡിയാ, ബട്ട് ഡാഡി വന്നിട്ട് തുടങ്ങാമെന്ന ഡാഡി പറയുന്ന. ഓ, ഡാഡി ഈ മീറ്റിങ്ങിനാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ? ഡാഡി നോക്കിക്കോളും. അത് ക്രിസ്റ്റി, ഡാഡി നീ ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ ഒരു 5 minutes കൂടെ ക്ഷമിക്ക്, ഡാഡി ഇപ്പോൾ വരും. അതിൻ്റെ ആവശ്യമില്ല ജിമ്മിച്ച, ഡാഡി ഉണ്ടെങ്കിൽ ഡാഡി നോക്കിക്കോളും. ഞാനും ഡാഡിയും ഒരുമിച്ചൊരു ഡീൽ അത് ശരിയാവില്ല. ശരിയെന്നാ, നീ കളിക്കില്ലേ? ഇത് 700 കോടിയുടേതാ. അത് മിസ്സായ ഡാഡി അറിയാലോ. വെറുതെ എന്തിനാ നമ്മളായിട്ട്? 200 കോടിയായാലും 800 കോടിയായാലും ഐ ഡോണ്ട് കെയർ. ഞാൻ പോവുക, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ജിമ്മിച്ചൻ ഇത് ഡീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഡാഡിയോട് എന്താ പറയേണ്ട? നീ നിൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയെന്നാണോ? എന്താടാ വെറുതെ എന്തിനാ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്? കുറച്ച് നേരം. സാർ, ഇത് ഞാനാ. സാറ് പറഞ്ഞ ആളെ ബേസ്മെന്റിൽ എത്തിച്ചിട്ടുണ്ട്. സാറ് ഇപ്പോൾ വരില്ലേ? ജിമിച്ച, ഞാൻ പോവുക. എനിക്കൊരു അർജൻറ്റ് വർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്കൂട്ടാവാം. എന്നാൽ ഞാനും കൂടെ നിന്നോട് വരാം. ഡാഡിയുടെ വായിക്കണ കേൾക്കാൻ എനിക്കും വയ്യ. ക്രിസ്റ്റി, ജിമ്മി, എങ്ങോട്ടായി രാവിലെ? വന്ന് ഫുഡ് കഴിച്ചിട്ട് പോ. എന്നും ഉണ്ടാക്കി വെക്കില്ല ഞങ്ങളുടെ പരിപാടി. കഴിക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന് മാത്രം. ജിമിച്ച, മമ്മി ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് വാ. എനിക്കിപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞേക്ക്. മമ്മി, ഞങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയിട്ട് വന്നിട്ട് കഴിക്കാം. നീയൊക്കെ പോയിട്ട് വന്നിട്ട് കഴിക്കും. ഇനി ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. എന്തെങ്കിലും ചെയ്യ്. ഹലോ മൈ ഡിയർ. അപ്പോൾ നമ്മൾ വീണ്ടും കാണേണ്ടി വന്നു. നിന്നോട് ഞാൻ അന്നേ വോൺ ചെയ്ത എൻ്റെ ഭാര്യയെ നോക്കാനോ അടുത്ത് പോകാനോ പാടില്ല എന്ന്. നിനക്കത് ഒരു സീരിയസ് ആയിട്ട് തോന്നിയില്ല അല്ലേ? സോറി സാർ, ഞാൻ ഇനി പോവില്ല. അറിയാതെ ചെയ്തതാ. അറിയാതെ പോലും അവളുടെ നേരെ ആരെങ്കിലും നോക്കിയാൽ ഞാൻ വച്ചിക്കില്ല. അപ്പോഴാ നീ അവളെ കമൻ്റ് അടിച്ചതല്ലേ? അപ്പോൾ നിൻ്റെ കാര്യം ഞാൻ തന്നെ അങ്ങ് തീത്തേക്കാം. ക്രിസ്റ്റി, നിനക്ക് ഞങ്ങളറിയാതെ ഏത് വൈഫാണ് ഉള്ളത്? ഏത് വൈഫിൻ്റെ കാര്യം നീ പറയുന്നത്? തൽക്കാലം ജിമ്മിച്ച വീട്ടിലേക്ക് പൊക്കോ. എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. ഞാനും വരുക. എന്താ നിൻ്റെ പണിയെന്ന് എനിക്കും അറിയണമല്ലോ. ആരാ നിൻ്റെ ഭാര്യ? ജിമ്മിച്ച, ദേഷ്യം പിടിപ്പിക്കല്ലേ. വീട്ടിലേക്ക് ചെല്ല്, ഞാൻ വന്നിട്ട് പറയാം. ആഹാ, ലൈറ്റൊക്കെ ഓണാണല്ലോ. അപ്പോൾ എൻ്റെ കെട്ടിയോളകത്തുണ്ട്. ഒന്ന് കനത്തിലൊക്കെ പോവാം, അല്ലെങ്കിൽ അവളെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ ഡോറൊക്കെ തുറന്ന് മരത്തിയിട്ട് ഇവളിതെവിടെ പോയി കിടക്കുക? ഹലോ, ഇച്ചായം വന്നു കേട്ടോ. എവിടെ? ആരാ സൗണ്ട് ഈ സമയത്ത്? ആരാ? നീയോ? നീ എന്താ ഇവിടെ? എന്ത് വേണം? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. എനിക്ക് താൻ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല. അങ്ങനെ പറയല്ലേ കെട്ടിയോളെ. ഞാൻ മിന്നു കെട്ടി നീ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ പിന്നെ വരാതിരിക്കോ? ആര് മിന്നു കെട്ടി? ദേ, കൂൾ കൂൾ കൂൾ. ഞാൻ ഒന്നിനും വന്നതല്ല. ഞാനൊരു കാര്യം കേൾക്കാൻ വേണ്ടി വന്നതാണ്. തൻ്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. ഞാനിപ്പോൾ ആളെ വിളിച്ച് കൂട്ടും. മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ. ഞാൻ പോവാം. പുതിയൊരു കല്യാണം കഴിക്കാൻ പോകുന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എൻ്റെ സമ്മതം ഇല്ലാതെയോ? അതിന് താനാരാ? ഞാൻ കെട്ടും, ആണെങ്കിൽ ആരെയും കൂടെ പൊറപ്പിക്കും. അതൊക്കെ പറയാനും കേൾക്കാനും താനും ഞങ്ങളുടെ എന്ത് റിലേഷനാണുള്ളത്? ഇറങ്ങിപ്പോടോ. കെട്ടാനും കൂടെ പൊറപ്പിക്കാനും ഞാൻ മതി നിനക്ക്. ചി, ഇറങ്ങിപ്പോ. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. ഉടങ്ങിയിരിക്കടി. മാറ് ക്രിസ്റ്റി. ക്രിസ്റ്റി മാറാൻ. വിടാനല്ലേ പറഞ്ഞ. ഞാൻ ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ താൻ ഇവിടെ ഉണ്ടാവരുത്. പറഞ്ഞ് മനസ്സിലായല്ലോ? എങ്ങോട്ടോടാ? നിൽക്കടി അവിടെ. വഴി നിന്ന് മാറി നിൽക്കുക ക്രിസ്റ്റി. മാറാൻ. അങ്ങനെ അങ്ങ് പോയാലോ? മിണ്ടരുത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ നീ കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്നൊക്കെ. എൻ്റെ ചാച്ചനോട് ഞാനെല്ലാം പറഞ്ഞു. അവിടെ തീരുന്നു എൻ്റെ ചാച്ചൻ്റെ ഹാർട്ട്. മനസ്സിലായല്ലോ? അന്ന് നിന്നെ ഏത് സമയത്ത് എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ തോന്നിയിരുന്നു. ഞാനിപ്പോൾ അത് ഓർത്ത് ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. ബട്ട് ഞാൻ അങ്ങനെയല്ല. താങ്ക് യു സോ മച്ച്. നിന്നെ ഞാൻ അന്ന് കണ്ടില്ലായിരുന്നെങ്കിലോ എൻ്റെ ലൈഫിൽ നീ ഉണ്ടാവില്ലായിരുന്നു. ബട്ട് ഐ എം ഹാപ്പി. മര്യാദയ്ക്ക് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വാ, അല്ലെങ്കിൽ നിൻ്റെ ചാച്ചൻ്റെ കാര്യം ഞാൻ അങ്ങ് തീർക്കും. ഞാനിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നീയാ ക്രിസ്റ്റി. നീ മാത്രം. ഐ റിയലി ഹേറ്റ് യു. ബട്ട് ഐ സ്റ്റിൽ ലവ് യു. ഐ ഓൺലി ലവ് യു.
സൂസൻ ബാ, നമ്മുടെ വീടെത്തി. നമ്മുടെ വീടോ? ഈ ചകത്താൻ്റെ വീടൊന്നും എൻ്റെ വീടല്ല. ഇച്ചേച്ചിയോ? നിനക്കറിയോ അവളെ? എന്താ ക്രിസ്റ്റി ഇത്? ഇങ്ങനെ തൂക്കിക്കൊണ്ടുവരാനുള്ള കാലെന്തെങ്കിലും പറ്റിയോ? ഹേയ്, ഈ ഇടയായിട്ട് ഭയങ്കര മടിയാണ് എൻ്റെ കെട്ടിയവൾക്ക്. അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരേണ്ടി വന്നു. ആരോടാ തൻ്റെ കെട്ടിയോളൂ? ആൻറ്റി, എനിക്കൊന്നും അറിയില്ല. എന്നെ തട്ടിക്കൊണ്ട് വന്നതാ. എന്താ കെട്ടിയോളെ? രജിസ്റ്ററിൽ പോയി നോക്കിയാൽ മതി. ഞാൻ നിൻ്റെ കെട്ടിയോനാ, അല്ല പിന്നെ. താൻ രജിസ്റ്ററിൽ നോക്കുന്നത് നന്നായിരിക്കും. അതിൽ ക്രിസ്റ്റി എന്നല്ല, ചിന്തു എന്നാ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. ഒരു മാഫിയ എനിക്ക് ചിന്തുവിനെ പിടിച്ച് ക്രിസ്റ്റഫർ ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. താൻ എന്ത് പണ്ടാരെങ്കിലും ചെയ്, എന്നെ എൻ്റെ പാട്ടിന് വിട്ടൂടെ? ആ കൊച്ചിനെ കണ്ടാലറിയാം, ഏതോ പാവമാണെന്ന് തോന്നുന്നു. ഇവനിത് എന്തൊക്കെയാണ് കാണിക്കുന്നത്? എൻ്റെ ജിമ്മിച്ച, അതത്ര വലിയ പാവമൊന്നുമല്ല. ശരിക്കും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. മിണ്ടാണ്ടിരിക്കും പിള്ളേരെ. ആൻറ്റിയുടെ മോൻ എന്നെ തട്ടിക്കൊണ്ട് വന്നത്. ആൻറ്റി ഒന്ന് ചോദിക്കും, ഏതെങ്കിലും ഒരു പെണ്ണെ വീട്ടിൽ കൊണ്ടുവന്ന് ആൻറ്റി ഇങ്ങനെയാണോ നിൽക്കേണ്ടത്? ചോദിക്കുക അയാളോട്. അവൻ ഏതെങ്കിലും ഒരു പെണ്ണെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ അവന് 2 തല്ലും കൊടുത്ത പെണ്ണെ ഇറക്കി വിട്ടേനും. പക്ഷേ അവൻ കെട്ടിയ പെണ്ണായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്രിസ്റ്റി, മോളെ വീട്ടിക്കൊണ്ട് റൂമിലോട്ട് പോ. ദാറ്റ്സ് മൈ കാൾ. അപ്പോൾ എൻ്റെ മമ്മിക്ക് അറിയാം. അപ്പോൾ എങ്ങനെയാണ് കെട്ടിയോളെ ഇച്ചാൻ്റെ റൂമിലോട്ട് പോവുമല്ലേ? നിന്റെ ഫാമിലി മൊത്തം ഇങ്ങനെയാണോ? ഞാനെങ്ങൂല. അത് നിന്റെ കൂടെ ഒരു റൂമിൽ. ചേ, ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് പാടി. വിടടാ. എടാ വിടാൻ, അവർ ശ്രദ്ധിക്കും നമ്മളെ. ഒന്നും സാരമില്ല, നീ ഇരുന്നോ. ഞാൻ എടുത്തോളാടാ. ഈ ചെയ്യുന്നതിനൊക്കെ നീ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് കണക്ക് പറയും. ശരി. 2 നാളെ ജീവനോടെ തിരിച്ച് താഴോട്ട് വന്നാൽ മതിയായിരുന്നു കർത്താവേ. അവൻ പൊക്കിക്കൊണ്ട് പോയി. ഇവളാണോ ഇവൻ്റെ വൈഫിനി? ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ വിളച്ചിലങ്ങാൻ എൻ്റെ അടുത്ത് എടുത്താൽ നിനക്കൊന്ന് ശരിക്കും അറിയാലോ. നീ മാഫിയല്ലേ, അത് കോപ്പാൽ എനിക്കൊന്നുമില്ല. എന്താടോ താനിങ്ങനെ? ഞാൻ കരുതി ഇത്രയും ദിവസങ്ങൾ നിന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരുമെന്ന്. പുതിയ കല്യാണത്തിനുള്ള പ്ലാനൊക്കെ ആയിരിക്കും സ്വപ്നത്തിൽ കരുതിയില്ല. അതെയല്ലോ, ഒരാളെ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പോഴോ നിന്റെ തൊട്ടിക്കൊണ്ട് വരല്. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവിട്. ഞാൻ വേറൊരാളെ ഭാര്യയാവാൻ പോകുന്ന ആളാ. നീ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സൂസൻ, സ്റ്റോപ്പ് ഇറ്റ്. നീ എൻ്റെ മാത്രം. എൻ്റെ വിട് ക്രിസ്റ്റി. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്? നോക്കൂ സൂസൻ, എന്നെ കൺട്രോൾ ചെയ്യാനും എന്നെ ദേഷ്യം പിടിപ്പിക്കാനും നിനക്ക് മാത്രമേ പറ്റൂ. നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിച്ച് എൻ്റെ ഉള്ളിൽ ഞാനൊന്നും പറയുന്നില്ല. അവൾക്ക് വേറെ കല്യാണം കഴിക്കണം. നീ ആരാടി നിൻ്റെ വിചാരം? നീ ആരാടാ നിന്റെ വിചാരം? കോപ്പിലെ മാഫിയ. പോടാ റൂമിൽ നിന്ന്. ഇതെൻ്റെ റൂമാണ്. നമ്മൾ രണ്ടുപേരും നീ കട്ടിൽ കിടക്കും. പറഞ്ഞ് മനസ്സിലായല്ലോ. നീ ഇപ്പോൾ എങ്ങും മല നടന്നാൽ മതി. ഞാൻ ആ സോഫയിൽ എങ്ങനെ കിടക്കുള്ളൂ. എൻ്റെ കൂടെ കിടക്കാൻ പറ്റിയ സാധനം. എന്താ ഉറക്കം വരുന്നില്ലേ? അതോ ഇനി ഇച്ചായനെ ഉറക്കണോ? എൻ്റെ പരിസരത്തെങ്ങനെ നിന്നെ കണ്ട വച്ചേക്കില്ല ഞാൻ. സുസു, സോറിഡി. എനിക്കിതല്ലാതെ വേറെ ഒരു മാർഗമില്ല. ഞാൻ മാഫിയായത് എൻ്റെ തെറ്റല്ല. ഞാൻ നിന്നെ പരിചയപ്പെട്ടതിന് ശേഷം റിയൽ ലൈഫ് എന്താണെന്ന് മനസ്സിലായത്. എനിക്ക് നീ വേണം. നീ പഴയ പോലെ തന്നെ ഇഷ്ടപ്പെടണം, പ്ലീസ്. എൻ്റെ കയ്യിൽ നിന്നിട്ട് പോടാ. നിൻ്റെ അടുത്ത് ഞാൻ ഈ പറയുന്ന എൻ്റെ കയ്യിൽ നിന്നിട്ട് പോവാൻ മാറങ്ങോട്ട്. എന്താ അത് കേടേടി? ഇവളാ ഞാൻ. എൻ്റെ കർത്താവേ, നിന്നോടാ എൻ്റെ കൈ കയറി കിടക്കാൻ പറഞ്ഞ. ഹലോ, ഇതെൻ്റെ റൂമാണ്. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ കിടക്കും. പറഞ്ഞു മനസ്സിലായല്ലോ. അത് ഞാൻ ഈ റൂമിലുള്ളപ്പോൾ പറ്റില്ല. ഈ കിടത്തി കയറി കിടക്കാൻ പോലും. എന്നാൽ എനിക്ക് വേറെ റൂം ഇതാ. എന്നെ ഇനി നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ കണ്ടോളാം. ആദ്യം മോള് പോയി ഈ ചായൻ്റെ ഗ്ലാസ് ചായ എടുത്തോണ്ട് വരും. കർത്താവേ, ഇച്ചാന് ചായ വേണമായിരുന്നോ? അയ്യോ, പറയണ്ടേ, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. വേണ്ട, നീ കൊണ്ടുവരണ്ട. നീ ചിലപ്പോൾ ചായ ആയിരിക്കില്ല. ഞാൻ മമ്മിയെടുത്ത് പറയാം. എന്നാൽ നിനക്കോളാം. നീ എന്നെ ശരിക്കും കണ്ടിട്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. അത് നീ പറയല്ലേ. ഞാനേ നിന്നെ ശരിക്കും ഒന്ന് കണ്ടിട്ടുള്ളൂ. ഓർമ്മയുണ്ടോ ആ ദിവസം? ഇപ്പം നീ ഞാനിന്ന് എനിക്ക് ഇനിയും അങ്ങനെ കാണണമെന്നുണ്ട്. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഞാൻ വന്നാൽ നീ കാണിച്ചു തരും? നിന്റെ 2 കാല് ഞാനിങ്ങ് തല്ലി ഓടിച്ചെടുക്കും. പറഞ്ഞു മനസ്സിലായോ? പോയി, മൂട് പോയി. മാറി നിൽക്കണ മുമ്പിൽ നിന്ന്. ഇവളെ ഞാൻ
രാവിലെ തന്നെ റൂമിൽ നിന്ന് നല്ല സൗണ്ടാണല്ലോ കേൾക്കുന്നത്. ഇനി എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു. നമ്മുടെ വീടിന് ഒരു ചന്തയാവും, നോയിക്കോ. നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, എവിടെയാ കെട്ടിയൊരുങ്ങി പോകുന്നതെന്ന്. എടി നിന്നോടാ. താൻ പോടോ. താൻ ഇതിനെ കടന്ന് കീറുന്നേ. ഞാൻ ഹോസ്പിറ്റലിൽ പോവാ ഡ്യൂട്ടിക്ക്. അതങ്ങനെ തനിക്ക് ജീവൻ എടുക്കാനല്ലേ അറിയോ, ജീവൻ കൊടുക്കുന്ന ആളെ വില അറിയില്ലല്ലോ. നീ ആ കാര്യമൊന്നും പറയണ്ട. നീ എങ്ങനെയാ ഡോക്ടറായെന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഇന്ന് മോള് പോകണ്ട, മനസ്സിലായോ? ക്രിസ്റ്റി, മുമ്പിൽ നിന്ന് മാറ. ഇല്ല, മാറില്ല. നീ ഇന്ന് പോവണ്ട. നിനക്കെന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാത്ത ക്രിസ്റ്റി? വഴിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു, മാറി നിൽക്കണം. ഡി നിക്ക. അതാ അവള് ചവിട്ടിട്ട് പോയി. ചവിട്ടം കൊണ്ട് കരഞ്ഞോണ്ട് നിൽക്കണില്ല മാഫിയ കിങ്. ഇനി എത്ര ചവിട്ടോടിയൊക്കെ കിടക്കുന്നു ഇച്ചായന് കൊള്ളാം. എൻ്റെ കർത്താവേ, ഇവന് പറ്റിയ പീസാണല്ലോ അത്. ഇതെങ്ങനെയാ ഇവൻ തേടി പിടിച്ചെടുത്തേ? എനിക്കറിയാം, നിങ്ങൾക്ക് രണ്ടാർക്കും ഇതറിയാം. ഇനി ഞാൻ മാത്രം എങ്ങനെ അറിയാത്ത? ഇതെങ്ങനെയാ? ഓ എൻ്റെ ജിമ്മിച്ചായ, ഒന്ന് സമാധാനപ്പെടും. ഇത് ജിമ്മിച്ചായ നമ്മുടെ മിന്നു കഴിഞ്ഞ് 6 മാസം ഓസ്ട്രേലിയയിൽ പോയി ഓർമ്മയുണ്ട്, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ആ ടൈമിൽ ഇച്ചായൻ ഒപ്പിച്ചെടുത്തത്. അതൊരു വലിയ സ്റ്റോറിയാണ്, ഞാൻ പറഞ്ഞുതരാം. 6 മാസം മുമ്പ് ഡാഡിയും ഇച്ചായനും കൂടെ ഒരു ഡീലിൻ്റെ പേരും പറഞ്ഞിവിടെ കിടന്ന് വലിയ അടിയായി. ഇച്ചായൻ ദേഷ്യത്തിൽ ഇവിടെയുള്ള ഗാർഡ്സിൻ്റെ തലയൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. ഇച്ചായൻ ദേഷ്യത്തിലാണ് പോയതുകൊണ്ട് ഡ്രൈവിങ്ങിൻ്റെ കാര്യം ജിമ്മിച്ചായൻ അറിയാലോ. ലക്കും ബ്രാക്കും ഇല്ലാതെ അങ്ങ് ഓട്ടിച്ചു. ഇച്ചായൻ്റെ നല്ല സമയമാണോ ചീത്ത സമയമാണെന്ന് അറിയില്ല. എതിരെ വന്ന വണ്ടിയും അതേ അവസ്ഥയായിരുന്നു. കുടിച്ച് ലക്കില്ലാതെ എതിരെ വന്ന വണ്ടി ഇച്ചായൻ്റെ വണ്ടിയിലിടിച്ചു. ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി ഇച്ചായൻ തല ഇടിച്ച് താഴെ കിടന്നു. പിന്നെ എതിരെ വന്ന വണ്ടിയിലുള്ള ആൾക്ക് ഒട്ടും ബോധമില്ലാത്തതുകൊണ്ട് ഇച്ചായനെ എടുത്ത് വണ്ടിയിലിട്ട് വീട്ടിൽ കൊണ്ടുപോയി. വന്ന ആൾക്കറിയാം, ഹോസ്പിറ്റലിൽ പോയാൽ ആദ്യം അയാളെ പിടിച്ച് ജയിലിലാക്കുമെന്ന്. കാരണം നല്ല കുടിച്ചിട്ടായിരുന്നു ആ ആളെ വണ്ടി ഓടിച്ചത്. ഇച്ചായനെ എടുത്ത് വീട്ടിൽ കൊണ്ടിട്ട് ചികിത്സിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയതായിരിക്കാം. എൻ്റെ കർത്താവേ, കുറേ നേരമായല്ലോ ഇവൻ കിടക്കുന്നു, ഇതുവരെ എണീറ്റില്ലല്ലോ. ഈശ്വര, കാറ്റെങ്ങാനും പോയോ? ഓ മൈ ഗോഡ്, ഇതിനെ കൂടെ സഹിക്കാൻ എന്നെ കൊണ്ടുപോയി. കുടിച്ച കെട്ടത്ര ഇറങ്ങി. എൻ്റെ തല. അച്ഛരാ, കുഞ്ഞാവൻ എണീറ്റോ? ഡാ, നിന്റെ വീട് എവിടെ പറ, ഞാൻ കൊണ്ടാക്കി തരാം. ഡാ, നിന്റെ അടുത്ത് നീ എന്നാ നോക്കുന്നേ? വഴിയിൽ നിന്നെ ആരും ഇടിച്ചിട്ട് പോയി. പാവല്ലേ, ഞാനൊരു ഡോക്ടറാണ് നിന്നെ എടുത്തോണ്ടൊന്ന് ചികിത്സിപ്പിക്കാന്ന് കരുതി. ചേച്ചി, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിതെവിടെയാ? എനിക്കൊന്നും ഓർമ്മയില്ല. കർത്താവ്, നിന്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ ഭാഗ്യം. കുഴപ്പമില്ല, മോനൊന്നുമില്ല, ചേച്ചി നോക്കിക്കോളാം. എനിക്കെന്താ പറ്റിയ ചേച്ചി? അയ്യേ, കരയുന്ന ഇവൻ എൻ്റെ പ്രായം കാണൂലേ? എനിക്ക് നല്ല വിശക്കുന്നു. ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരുമോ പ്ലീസ്? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, പ്ലീസ്. അച്ഛടാ, ഫുഡൊക്കെ ചേച്ചി തരാം. പക്ഷേ ഫുഡ് കഴിച്ചതും മോൻ ഇവിടുന്ന് പോകണം കേട്ടോ, അല്ലെങ്കിൽ ആൾക്കാരെ വല്ലതൊക്കെ പറയും. തൽക്കാലം ഒന്നും പറയണ്ട, രക്ഷിതായിട്ട് അങ്ങിരിക്കട്ടെ. പാവം, ബോധം പോയി. കഴിച്ചു, അത് ഫുള്ളും നീ കഴിച്ചിട്ട് വേഗം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പോകണം കേട്ടോ. നല്ല കുട്ടിയല്ലേ? താങ്ക് യു ചേച്ചി, ഫുഡ് തന്നതിന്. അതെന്താ കുടിക്കുന്നത്? എനിക്ക് അതുകൂടെ തരുമോ? ഞാനും കുടിക്കട്ടെ. അതൊക്കെ തരാം, പക്ഷേ ഓവറാക്കി ഇവിടെ ഫൂസ് അടിച്ച് കിടക്കരുത്. എന്നാ കുടിച്ചോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, കൊള്ളാം. ഇവിടെ പതുക്കെ കഴിക്കട. തൊണ്ടേ കുടുങ്ങി നീ ഇവിടെ അങ്ങനെ ചത്തുപോയാൽ എനിക്കൊന്നും സമാധാനം പറയാൻ വയ്യ. ചേച്ചി, ഞാൻ ഈ രാത്രി എവിടെ പോകാനോ? എനിക്ക് ആരെയും ഓർമ്മയില്ല. എനിക്ക് എന്നെ പോലും ഓർമ്മയില്ല. ഞാൻ എന്ത് ചെയ്യും? നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ. എന്നാൽ ഞാനിവിടെ നിൽക്കട്ടെ? അത് വേണ്ട പ്ലീസ്, എനിക്കിവിടെ ആരെയും അറിയില്ല, പ്ലീസ്. നീ വിഷമിക്കണ്ട, നിന്റെ ഈ ചേച്ചി നിന്നെ രക്ഷിക്കും. നിന്നെ ഞാൻ ഈ രാത്രി ഇറക്കി വിട്ടാ നീ ഇവിടെ പോവും. നിനക്കൊന്നും ഓർമ്മയില്ലല്ലോ. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചു തരാം. നിന്നെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. സോ സ്വീറ്റ്, ക്യൂട്ട്. ആദ്യം നിനക്ക് വേണ്ടത് ഒരു പേരാണ്. ചേച്ചി, എനിക്കൊരു പേരിട്ട് തരുമോ? അതിനെന്താ, ശരിക്കും ഇട്ട് തരുമോ? ടിൻറ്റു. നിനക്ക് ടിൻറ്റു മോൻ മതി. അതാകുമ്പോൾ നിന്റെ സ്വഭാവത്തിന് നല്ല ചേരും. ഇഷ്ടമെങ്കിൽ ചിയേഴ്സ് അടിച്ചോ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ചിയേഴ്സ്. ചിയേഴ്സ്. ആരോ വണ്ടി ഇടിച്ചിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നില്ലേ. എനിക്ക് ഫുഡ് തന്നില്ലേ. എന്തിനു പറയാൻ, എൻ്റെ പേരുടെ ചടങ്ങ് പോലും നടത്തി തന്നില്ലേ. ചേച്ചി മുത്താണ് ചേച്ചി. ചേച്ചി കണ്ടുമുട്ടിയ എൻ്റെ ഭാഗ്യം. അയ്യേ, എന്താടാ, എനിക്ക് കഴിയുന്നില്ല. പിന്നെ നീ ഇവിടെ വെറുതെ നിൽക്കണ്ട. ഇവിടെ തൂക്കാൻ തുടങ്ങിയ പാത്രമൊക്കെ കഴിയിക്കോ. അപ്പം നിനക്കും ബോറടിക്കില്ല. എങ്ങനെ?
നൈസിനെ പിടിച്ച് ജോലിക്കാരനാക്കുവാണല്ലേ? സാരമില്ല, ചേച്ചി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ചേച്ചി പാവ. എന്നാ ചേച്ചിയുടെ വാവ പോയി ഉറങ്ങിക്കോ. ചാച്ചിക്കോ പോക്കോ. ചേച്ചി ഈ കുപ്പിയോട് ഫിനിഷ് ആക്കിയിട്ട് കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എൻ്റെ അമ്മേ, എന്തോ നടുവേദന. നേരെ എത്ര പെട്ടെന്നാണ് വെളുക്കുന്നത്. വെള്ളം. എൻ്റെ അമ്മ, കുറുക്കൊക്കെ വേദനിക്കുന്നല്ലോ. ഇതാരാ എൻ്റെ വീട്ടിൽ? അയ്യേ, ചേച്ചി എന്താ പാൻ്റ് ഇടാൻ മറന്നുപോയതായിരിക്കോ? ഇവനേതാ? അയ്യേ, എൻ്റെ പാൻറ്. ഛേ, ഞാനൊന്നും കണ്ടില്ല. അയ്യേ, ഛേ, പാൻറ് എവിടെ? എവിടെ? നാണം കെട്ടു. അല്ലെങ്കിൽ ആ പട്ടി ഏതാ എൻ്റെ വീട്ടിൽ? ഛേ, ഡാ ചെക്ക, നീ ഏതാടാ? ബോധമില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ കയറിയിരിക്കുന്നോ? ചേച്ചിക്ക് എന്നെ ഓർമ്മയില്ലേ? ഇന്നലെ എന്നെ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷിച്ച ആ പയ്യനാ ഞാൻ. ആര് രക്ഷിച്ചു എന്ന്? ഞാനോ? ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന്. ചേച്ചിയല്ലേ പറഞ്ഞ് എൻ്റെ ഫാമിലിയൊക്കെ എനിക്ക് കൊണ്ടുതരാമെന്ന്. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കാണിക്കുന്ന? പാവല്ലേ, ഞാൻ എവിടെ പോവാൻ? എനിക്ക് ആരുമില്ല. പ്ലീസ് ചേച്ചി. ഞാനങ്ങനെ രക്ഷിക്കാനൊന്നും വഴിയില്ലല്ലോ. ഇതെങ്ങനെ എൻ്റെ തലയിലായി? ഓ, അങ്ങനെ വരട്ടെ. അപ്പം ഞാനാണ് ഇടിച്ചിട്ടത്. ഈ ചെക്കനൊന്നും ഓർമ്മയില്ല. എന്തായാലും ആവട്ടെ. ശരി ശരി, നീ കരയണ്ട. ഞാൻ നോക്കട്ടെ. അല്ല, എവിടെയാണ് നിൻ്റെ വീട്? എനിക്കൊന്നും ഓർമ്മയില്ല. ചേച്ചിയല്ലേ പറഞ്ഞ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരാമെന്ന്. ഓർമ്മയില്ലാത്ത നന്നായി. ഇല്ലെങ്കിൽ ഇവിടെ ഞാനാണ് വണ്ടി ഇടിച്ചെന്നുള്ള കാര്യം കൂടെ ഓർമ്മ വന്നേനെ. അതൊക്കെ പോട്ടെ, ഞാൻ നോക്കട്ടെ. പേരെങ്കിലും അറിയാമായിരുന്നെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു. എൻ്റെ പേര് ചിൻഡു. ചേച്ചിക്ക് ഓർമ്മയില്ലേ ഞാൻ ഇന്നലെ പറഞ്ഞത്? ചിൻഡുവോ? നീയോ? വീട്ടുകാർ നിന്നെ എങ്ങനെയാടാ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ വിട്ടത്? ഇതെൻ്റെ വീട്ടുകാരിട്ട പേരല്ല, ഇത് ചേച്ചി ഇന്നലെ എനിക്ക് കിട്ടുന്ന പേരാ, ചിൻഡു എന്ന്. എനിക്കൊത്തിരി ഇഷ്ടമായി. എനിക്കിനി ആ പേര് മതി. ഓ, ഞാനിട്ടെന്ന് വേണോ? എൻ്റെ ഒരു കാര്യം. ചിഞ്ചു, നീ ഇവിടെ നിൽക്ക്. ഈ കവറിൽ നിനക്കുള്ള ഡ്രസ്സാ. ഞാൻ ഈ ഫോണിൽ നിൻ്റെ ഫോട്ടോ കാണിച്ച് നിന്നെ ആർക്കെങ്കിലും അറിയുമെന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ വരുന്ന ആൾക്കാരാ. ശരി ചേച്ചി, ചേച്ചി പൊക്കോ, ഞാനിവിടെ നിന്നോളാം. അത് ബ്രോ, ഈ ചെക്കനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ചെക്കനോ? അല്ല, ക്യാമറ എവിടെ? പ്രാങ്ക് ചെയ്യാൻ ഇറങ്ങിയതാണോ? എവിടെ? എൻ്റെ ഈശ്വര, ഇവൻ വല്ല സെലിബ്രിറ്റി വല്ലതും ആണോ അതോ കള്ളനോ? ഇവൻ്റെ ഫോട്ടോ കാണിച്ചപ്പോഴേ ഇവർ പ്രാങ്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എന്താ ബ്രോ, നിങ്ങൾ നേരത്തെ ഈ ചെക്കനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളെന്താ ആളെ കളിയാക്കണോ? ബാക്കിലേതാ നിൽക്കുന്നത് ഈ ചെക്കനല്ലേ? രാവിലെ തന്നെ ഓരോരുത്തർ ഇറങ്ങിക്കോളും. ബാക്കിലോ? ഓ, ഇവൻ. ഞാനിവിടെ തന്നെ ഉണ്ട് ചേച്ചി. ചേച്ചി ചോദിച്ചോ? സോറി ബ്രോ, അവനെ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ ബ്രോ. എടാ പൊട്ടാ, നിൻ്റെ അടുത്താരം എൻ്റെ പുറകെ വന്ന് നിൽക്കാൻ പറഞ്ഞ ഇപ്പം അയാളെ വന്ന് എനിക്ക് അടി കിട്ടിയേനെ. നിന്നെയൊക്കെ തലയിലെടുത്ത് വെച്ച സമയമുണ്ടെങ്കിൽ. ഛേ, സോറി ചേച്ചി, ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ. അവന് വിഷമമായി കാണും. ചിഞ്ചു, നിനക്കിന്ന് ഞാൻ മോളി വെച്ച് വഴക്ക് പറഞ്ഞപ്പോൾ വിഷമമായോ? ഇല്ല, എനിക്ക് വിഷമമൊന്നും ആയില്ല. നീ വിഷമിക്കണ്ട, നിൻ്റെ വീട്ടുകാരെ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാം. ഓക്കെ ചേച്ചി.